ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഗൈസ്, അപ്പോൾ ഫാർമസി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഫാർമസിയുടെ അഡ്മിഷന് വേണ്ടി ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്തവരോ അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നവരോ ആയ വിദ്യാർത്ഥികളോടും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രക്ഷകർത്താക്കൾക്കും വേണ്ടിയാണ് ഈ വീഡിയോ. എനിക്കറിയാം, നമ്മുടെ ഇൻ്റർനെറ്റിൽ പ്രത്യേകിച്ച് നമ്മുടെ കീമിൻ്റെ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ഒരുപാട് വീഡിയോകളുണ്ട്. പക്ഷേ ഫാർമസിയുമായി ബന്ധപ്പെട്ട് അഡ്മിഷന് പോകുമ്പോൾ തന്നെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ കോളേജ് സെലക്ഷന് വളരെ ലിമിറ്റഡ് റിസോഴ്സുകൾ മാത്രമാണുള്ളത്. നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഫാർമസിയുടെ അഡ്മിഷനിൽ തന്നെ നമ്മൾ ആദ്യം മുതൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു ചാനലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റെപ്പ്, അലോട്ട്മെൻറ്റ് സ്റ്റെപ്പ്, അതിലൊക്കെ ലൈവുകൾ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു 100 ലൈവ് എന്ന് പറയുന്ന കമൻറ്റെങ്കിലും വന്നാൽ ഞങ്ങൾ ഇന്നോ നാളെയോ ആയിട്ട് ലൈവ് വരാൻ ശ്രമിക്കുന്നതാണ്. കാരണം ഫാർമസിയിൽ ഞങ്ങൾക്ക് ആവശ്യക്കാരെന്ന് പറയുന്നത്, അതായത് ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. ഇന്ന് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ ഫാർമസ്യൂട്ടിക്കൽ കോളേജുകൾ, ഫാർമസി കോളേജുകളെക്കുറിച്ചൊരു അനാലിസിസ് ആണ്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് അനാലിസിസ് അല്ല, പക്ഷേ ഇപ്പോൾ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തവർക്കും അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഇനി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു ധാരണ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അനാലിസിസ് ആണ്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും 2024 ഫേസ് അലോട്ട്മെൻറ്റ്, ഓരോ ഫേസ് അലോട്ട്മെൻറ്റിലും നിങ്ങൾക്ക് ആ കോളേജുകളിൽ ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള റാങ്ക് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് വേണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ലൈവിൽ വന്ന് അത് ഡിസ്കസ് ചെയ്യുന്നതാണ്. പക്ഷേ നിങ്ങൾ നോക്കുക, ഒരുപാട് ഗവൺമെൻറ് കോളേജുകളും അതിലുപരി നമ്മുടെ എഞ്ചിനീയറിംഗ് പോലെയല്ല, വളരെ മികവാർന്ന ചില സെൽഫ് ഫിനാൻസിങ് കോളേജുകളും നമ്മുടെ ഫാർമസിയുടെ കാര്യത്തിലുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ആ ഒരു റാങ്ക് എന്ന് പറയുന്നത് ഇവരിപ്പോൾ കൊടുത്തിരിക്കുന്ന ഈ സൈറ്റിൽ കൊടുത്തിരിക്കുന്ന റാങ്ക് പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് കോളേജുകളിൽ അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ അത് തന്നെ പ്രിഫർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഏതൊരു വിദ്യാർത്ഥിയാണ് എങ്കിലും. കാരണം അവിടെ ലഭിക്കുന്ന ഓപ്പർച്യൂണിറ്റികളും അവിടെ ലഭിക്കുന്ന ഫീസ് കൺസെഷനും ഒക്കെ മറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കുറച്ചുകൂടി അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് തരും. അപ്പോൾ നമുക്ക് നോക്കാം. കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസ് കോഴിക്കോട്, അത് ഗവൺമെൻറ് ടൈപ്പ് കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിന് 287 ലാസ്റ്റ് വർഷത്തെ 2024 കട്ട് ഓഫ്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഇന്ന റാങ്ക് ഉണ്ട് ചേട്ടാ, സർ എനിക്ക് ഈ കോളേജിൽ കിട്ടുമോ? അപ്പോൾ അതും കൂടി മനസ്സിലാക്കാനാണ്. അപ്പോൾ ആ ഒരു കോളേജിൽ തന്നെ ഈഴവയുടെ ലാസ്റ്റ് വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 522 ആണ്. അതായത് ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. മുസ്ലിം എന്ന് പറയുന്നത് 322, ബാക്ക്വേർഡ് ഹിന്ദു 1789, DV അതായത് ധീരവ അല്ലേ, അത് ഞാനെന്ന് തോന്നുന്നു 1415, പിന്നെ മറ്റ് SC ST ഒക്കെ ഉണ്ട്. ST ആകുമ്പോൾ 11,000 വരെ പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റാങ്ക് വെച്ച് നോക്കിയിട്ട് ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ ഗവൺമെൻറ് കോളേജുകളിൽ തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനുള്ള ഫസ്റ്റ് കോളേജാണ് കോഴിക്കോട്, അതുകൊണ്ടാണ് അത് അധികം വന്നത്. പിന്നെ അതിൻ്റെ താഴെ മെഡിക്കൽ കോളേജ് ഓഫ് തിരുവനന്തപുരം ഉണ്ട്. അവിടെ ആകുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് കഴിഞ്ഞ വർഷം കിട്ടിയത് 937 വരെയാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ TD മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ 1033 സ്റ്റേറ്റ് മെറിറ്റ്. അതിനനുസരിച്ച് ഓരോ കാറ്റഗറിക്കും അതിനനുസരിച്ച് മാറും. 1260 നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിൻ്റെ റാങ്ക് കട്ട് ഓഫ്. അതുപോലെ വ്യത്യാസങ്ങളുണ്ട്. ഇനി താഴോട്ടുള്ള കോളേജുകൾ നോക്കുമ്പോൾ KMCT കോഴിക്കോട് കോളേജ് ഉണ്ട്, അൽഷിഫ കോളേജ് ഓഫ് ഫാർമസി വളരെയധികം ഡിമാൻഡുള്ളൊരു കോളേജാണ് മലപ്പുറത്തുള്ളത്. അതുപോലെ ഇസ്ലാം കോളേജ് ഓഫ് ഫാർമസി മരീക്കുന്ന് കോഴിക്കോടുണ്ട്, ദേവകി അമ്മ മെമ്മോറിയൽ കോളേജ് ഓഫ് ഫാർമസി മലപ്പുറം ഉണ്ട്, അവിടെയും ടോപ്പ് റാങ്ക് കഴിഞ്ഞ വർഷത്തെ 3800 അടുപ്പിച്ചായിരുന്നു. മൗലാന കോളേജ് ഓഫ് ഫാർമസി പെരിന്തൽമണ്ണയുണ്ട്, നാഷണൽ കോളേജ് ഓഫ് ഫാർമസി മനശ്ശേരി ഉണ്ട്, അതുപോലെ KMCT മലപ്പുറത്ത് മറ്റൊരു കോളേജ് ഉണ്ട്, കണ്ണൂർ മെഡിക്കൽ കോളേജ് ഉണ്ട്, അഞ്ചരക്കണ്ടിയിൽ പുഷ്പഗിരി കോളേജ് ഉണ്ട്. സോ ഇങ്ങനെ നോക്കുമ്പോൾ ഫാർമസി കോളേജുകൾ വളരെ കംപ്ലീറ്റ് ലിസ്റ്റ്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന കോളേജുകൾ ഏതൊക്കെയാണ് എന്ന് കീമിൻ്റെ കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വിജ്ഞാപനത്തിൽ നിന്ന് ഏറ്റവും അവസാനം ഒരു പട്ടിക പോലെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കും. അപ്പോൾ ആ കോളേജുകളെല്ലാം സ്റ്റഡി ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ ലാസ്റ്റ് വർഷത്തെ റാങ്ക് കട്ട് ഓഫും മറ്റ് പെർഫോമൻസും നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു മുൻഗണനാ ക്രമം വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റും. പിന്നെ നിങ്ങളുടെ റാങ്ക് കൂടി നോക്കി എത്ര റാങ്ക് കുറവാണെങ്കിലും ഏറ്റവും നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള കോളേജ് ടോപ്പിൽ തന്നെ വയ്ക്കുക. കാരണം മൾട്ടിപ്പിൾ ഓപ്ഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നു എന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുന്നവർ ചിലപ്പോൾ അഡ്മിഷൻ എഞ്ചിനീയറിങ്ങിനൊക്കെ എടുത്തവരായിരിക്കാം, എന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ളവരും ഉണ്ടാകാം. അപ്പോൾ എന്തൊക്കെയാണ് എങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ കോളേജുകളുടെ ധാരണയും ഈ ഒരു റാങ്കിങ്ങുമാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ മറ്റ് സംശയങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക. ലൈവ് വേണമെങ്കിൽ ലൈവ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റ് ഓരോ കാര്യങ്ങൾ, ഫീസ് സ്ട്രക്ചർ ഉണ്ട്, മറ്റ് കോളേജുകളുടെ പെർഫോമൻസ് ക്രൈറ്റീരിയകളുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട തന്നെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. 22 വരെ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ടാറ്റ.